ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനിന്ന് വന്നിട്ടുള്ളത് ഗ്ലോബൽ വില്ലേജിൻ്റെ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ തവണ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് രണ്ടാമത്തെ തവണയാണ് ഞാൻ ഗ്ലോബൽ വില്ലേജിൽ വരുന്നത്. ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ഓരോ വർഷവും തോറും ഒരുപാട് ഡിഫറൻസും കാര്യങ്ങളെല്ലാം ഉണ്ടാവുന്നതാണ്. പക്ഷെ അങ്ങനെ കൂടുതലായിട്ടുള്ള ഡിഫറൻസ് ഒന്നും തോന്നിയിട്ടില്ല. എന്നാലും ചെറിയ ചെറിയ ഡിഫറൻസുകളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. പുതിയതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചിലതൊക്കെ വന്നിട്ടുണ്ട്. വീക്ക് ഡേയ്സിൽ 25 ദിർഹവും വീക്കെൻഡിൽ 30 ദിർഹമാണ് ഇവിടേക്കുള്ള എൻട്രി ഫീ വരുന്നത്. സ്റ്റാർട്ടിങ് തന്നെ തായ് മസാജ് ഉണ്ട്, പക്ഷെ ഞാൻ ചെയ്തിട്ടൊന്നുമില്ല കേട്ടോ. എങ്ങനെ ഉണ്ട് എന്ന് എനിക്കറിയില്ല. ഇങ്ങനെയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. ഗ്ലോബൽ വില്ലേജ് എല്ലാ വർഷവും വിൻ്റർ സീസണിലാണ് ഉണ്ടാവാറുള്ളത്. അതായത് എല്ലാ രാജ്യത്തിൻ്റെയും പവലിയൻ ഉണ്ടാവും. ആ പവലിയനുള്ളിൽ ഓരോ രാജ്യത്തിൻ്റെയും കൾച്ചർ, അതായത് ഡ്രസ്സ്, അതുപോലെ ഓർണമെൻറ്റ്സ്, ഫുഡ് ഐറ്റംസ് എല്ലാ കാര്യങ്ങളും ഉണ്ടാവും. ഞാൻ ഫസ്റ്റ് തന്നെ വന്നിട്ടുള്ളത് ഇന്ത്യൻ പവലിയനിലാണ്. കാരണം ഇവിടെ ഒരുപാട് ഓർണമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ചെറുതൊക്കെ വാങ്ങിക്കാമെന്ന് ഞാൻ കരുതി. ഇവിടെ ഒരുപാട് ഷോപ്സ് ഉണ്ട്. ഇതിൻ്റെ 10 ദിർഹം, 5 ദിർഹം അങ്ങനെയൊക്കെ റേറ്റ് വരുന്ന കമ്മലുകൾ, മാലകൾ എല്ലാം ഉണ്ട്. ഇപ്പോൾ ഈ ഷോപ്പിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇതിൽ തന്നെ ഞാൻ കൊടുക്കുന്നുണ്ട് കേട്ടോ. 105 എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഷോപ്പിൽ 1 ദിർഹം, 2 ദിർഹത്തിൻ്റെ ഒക്കെ ഓർണമെൻറ്റ്സും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഇന്ത്യൻ പവലിയനിൽ കൂടുതലായിട്ട് നോർത്ത് ഇന്ത്യൻ സ്റ്റൈലുള്ള സാധനങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ എല്ലാം നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. അത്യാവശ്യം നല്ല റേറ്റ് കുറവുള്ള സാധനങ്ങളും ഉണ്ട്. നെക്സ്റ്റ് ഞാൻ പോയത് ചൈനയുടെ പവലിയനിലാണ്. ഇവിടെ കയറിയാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കാരണം ക്യൂട്ടായിട്ടുള്ള സാധനങ്ങളെല്ലാം ഉണ്ടാവും. ഇതെല്ലാം ഹെയർ ബൺസ് ആണ്. എല്ലാം അധികം റേറ്റ് ഒന്നും വരുന്നില്ല. ഇത് പിന്നെ അവരുടെ കൾച്ചറൽ ഡാൻസ് ആണെന്ന് തോന്നുന്നു. ഇത് ഇടയ്ക്ക് ഉണ്ടാവും. അവിടെ ഒരുപാട് കളർഫുൾ ആയിട്ടുള്ള ബാഗുകളും അതുപോലെ ചെരുപ്പുകളും എല്ലാം ഉണ്ടായിരുന്നു. ചൈനീസ് പവലിയനിലും അതുപോലെ കൊറിയൻ പവലിയനിലുമാണ് ഇങ്ങനത്തെ ഒരുപാട് നല്ല ക്യൂട്ടായിട്ടുള്ള സാധനങ്ങൾ ഉണ്ടാവുക. എനിക്ക് എല്ലാത്തിലും ഒന്നും കയറാൻ പറ്റില്ല കേട്ടോ. കാരണം ഇത് ഇന്നൊന്നും കണ്ടു തീർക്കാൻ ഒരിക്കലും പറ്റില്ല. ഇതാണ് റെയിൽവേ മാർക്കറ്റ്. ഇതിനുള്ളിൽ ഒരുപാട് ഫുഡ് ഐറ്റംസ് ഉണ്ടാവും കേട്ടോ. കൂടുതലും ഈ തായ് അല്ലെങ്കിൽ കൊറിയൻ അങ്ങനത്തെ ടൈപ്പൊക്കെ ഫുഡുകളാണ് ഉണ്ടാവാറുള്ളത്. കുറച്ച് കളർഫുൾ ആയിട്ടൊക്കെ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിനുള്ളിൽ നിന്ന് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റിയിട്ടുള്ള ഏരിയയുണ്ട്. തായ്ലൻഡ് പവലിയനിലാണ് നെക്സ്റ്റ് പോകാൻ നിൽക്കുന്നത്. ഇവിടെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കുറേ ക്യൂട്ടായിട്ടുള്ള. അപ്പോൾ ഞാനൊരു ഈ ഒരു ക്ലിപ്പ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ ഒരുപാട് കാലമായി നോക്കി നടക്കുന്നത്. അപ്പോൾ ഇത് ഇവിടുന്ന് കിട്ടി. സോറി, ഇതിൻ്റെ റേറ്റ് എത്ര ആയിരുന്നു എന്ന് ഞാൻ മറന്നുപോയിട്ടോ. പക്ഷേ 5 ദിർഹത്തിൻ്റെ അല്ലെങ്കിൽ 10 ദിർഹത്തിൻ്റെ ഉള്ളിൽ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നത് നൈറ്റ് ഡ്രസ്സുകളായിരുന്നു. ഭയങ്കര അടിപൊളിയായിട്ടുള്ള നൈറ്റ് ഡ്രസ്സുകളുണ്ട്. നല്ല ക്യൂട്ടായിട്ടുള്ള നൈറ്റ് ഡ്രസ്സുകളാണ്. നെക്സ്റ്റ് കൊറിയൻ പവലിയനിൽ പോകാനായിരുന്നു എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നത്. കാരണം അവിടെ ഒരുപാട് പ്രൊഡക്ട്സ് ഉണ്ടാവും. സ്കിൻ കെയർ ആണെന്നുണ്ടെങ്കിലും അതുപോലെ ഓർണമെൻറ്റ്സ്, കമ്മൽ, മാല, അങ്ങനെ ഒരുപാട് ഐറ്റംസ് അവിടെ ഉണ്ടാവാറുണ്ട്. ഈ സ്നെയിൽ മ്യൂസിൻ്റെ ഒക്കെ എൻ്റെ കയ്യിൽ ഉണ്ടായതുകൊണ്ട് ഞാൻ വാങ്ങിച്ചില്ല. പിന്നെ ഇവിടുത്തത് നല്ലതാണോ എന്നുള്ളതും എനിക്കറിയില്ല. പിന്നെ ഇത് ഇവരുടെ കൾച്ചറൽ ഡാൻസ് ആണ് തോന്നുന്നുണ്ട്. ഓരോ പവലിയനിൽ പോകുമ്പോഴും ഇവരുടെ ഡാൻസും കാര്യങ്ങളും എല്ലാം ഇവിടെ ഉണ്ടാവും കേട്ടോ. തായ്ലൻഡത്തെ പോലെ തന്നെ നൈറ്റ് ഡ്രസ്സുകളും ഒരുപാടുണ്ടായിരുന്നു. ഞാൻ ഓൾറെഡി കാണിച്ചതുകൊണ്ടാണ് പിന്നെ വീഡിയോസ് എടുക്കാഞ്ഞത്. 3 എടുത്തു കഴിഞ്ഞാൽ 100 ദിർഹമാണ് റേറ്റ് വരുന്നത്. നല്ല അടിപൊളി ഡ്രസ്സുകളായിരുന്നു കേട്ടോ. അതെല്ലാം കണ്ടിറങ്ങി വന്നപ്പോഴേക്കും നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് ഫുഡ് സ്റ്റാളുകളുണ്ട്. അവിടെ ചെന്നപ്പോൾ എന്ത് കഴിക്കണമെന്ന് ഭയങ്കര കൺഫ്യൂഷനായിരുന്നു കേട്ടോ. കാരണം ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു. ഗ്ലോബൽ വില്ലേജിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഒരുപാട് സ്റ്റേജുകളും കാര്യമൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് മെയിൻ സ്റ്റേജാണ്. ഇവിടെ ഒരു ഡാൻസ് നടക്കുന്നുണ്ടായിരുന്നു. നല്ല അടിപൊളിയായിട്ടുള്ള ഡാൻസ് ആയിരുന്നു കേട്ടോ. കോപ്പിറൈറ്റ് വരുന്നതുകൊണ്ടാണ് ഞാൻ സോങ് കട്ട് ചെയ്തത്.
നെക്സ്റ്റ് ഞങ്ങൾ ഫ്ലോട്ടിംഗ് മാർക്കറ്റിൽ പോവാണ്. ഇവിടെ ഒരുപാട് ഫുഡ് ഐറ്റംസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ കുറച്ചെങ്കിലും ഒന്ന് ട്രൈ ചെയ്യണമെന്നുണ്ട്. ഇതെല്ലാം ഓരോരോ ഫുഡ് സ്റ്റാളുകളാണ്. അപ്പോൾ ഇതിന്ന് എന്തൊക്കെ ഫുഡാണ് ഉള്ളത് എന്നൊക്കെ നോക്കിയിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് സെലക്ട് ചെയ്ത് കഴിക്കണം. ഞാൻ ഫസ്റ്റ് തന്നെ കഴിച്ചിട്ടുണ്ടായിരുന്നത് മാംഗോ സ്റ്റിക്കി റൈസ് ആണ് കേട്ടോ. പക്ഷേ അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഷോർട്ട് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. 30 ദിർഹമാണ് നോർമലായിട്ടുള്ള മാംഗോ സ്റ്റിക്കി റൈസിന് റേറ്റ് വരുന്നത്. ഐസ്ക്രീം ഇൻക്ലൂഡഡ് ആയിട്ടുള്ളതിന് 35 ദിർഹമാണ്. പിന്നെ ഈ ഒരു ടേസ്റ്റിലുള്ള ഫുഡുകളൊന്നും ഞാൻ ട്രൈ ചെയ്തില്ല കേട്ടോ. കാരണം എനിക്ക് അത്ര ധൈര്യം ഉണ്ടായിരുന്നില്ല. പിന്നെ ഇതിൻ്റെ സ്മെല്ലൊക്കെ അടിച്ചിട്ട് എനിക്ക് ഭയങ്കര എന്തോ പോലെയായിരുന്നു. അതുകൊണ്ട് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇനി എപ്പോഴെങ്കിലുമൊക്കെ തായ്ലൻഡിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ പോകുന്ന സമയത്ത് എന്തായാലും കഴിച്ച് നോക്കണം എന്നുണ്ട്. നെക്സ്റ്റ് ഞങ്ങൾ ഒരു ഷവർമ ട്രൈ ചെയ്തു. ഇതൊരു ടർക്കിഷ് ഷവർമയാണ് കേട്ടോ. ഒരു 30 ദിർഹാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. കൊള്ളായിരുന്നു, കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ദുബായ് ഷവർമേൻ്റെ അത്രയൊന്നും പോവില്ല, എന്നാലും കുറച്ച് ഇലകളും കാര്യങ്ങളൊക്കെ ആയിരുന്നു കൂടുതൽ ഇതിൽ ഇൻക്ലൂഡഡ് ആയിട്ടുണ്ടായിരുന്നത്. ഫുഡ് എന്തൊക്കെയാണ് ട്രൈ ചെയ്തതെന്നുള്ള ഷോർട്ട് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. എന്തായാലും ഇത്തവണത്തെ ഗ്ലോബൽ വില്ലേജിൻ്റെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. ഇനി എന്തായാലും അടുത്ത കൊല്ലം വരാം. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്